നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജ്. ഓക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച അവസാനത്തെ ഹജ്ജാണ് ഹജ്ജത്തുൽ വിദാ. അതിനാലാണ് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നത്. ഓക്കേ, ഇത് എപ്പോഴാണ്? ഹിജ്റ 10ാം വർഷം. അതുപോലെ തന്നെ മാസം ദുൽഖഅദ മാസം, തീയതി 25. ഹിജ്റ 10ാം വർഷം ദുൽഖഅദ മാസം 20 തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. ഓക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. ഇഹ്റാം ചെയ്യണം, ഹജ്ജിന് പോകുമ്പോൾ ഇഹ്റാം ചെയ്യണം. ദുൽഹുലൈഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്തു. ഓക്കേ, അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം ചെയ്തിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയോടൊപ്പം 1,00,000-ലധികം സ്വഹാബികൾ ഉണ്ടായിരുന്നു. 1,00,000-ൽ കൂടുതൽ. ഓർമ്മിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമില്ലാതെ തുടങ്ങിയ ഈ രീതിയിൽ ആ ഹജ്ജിന് പോകുമ്പോൾ 1,00,000-ലധികം സ്വഹാബികൾ എത്തിയിട്ടോ. ഓക്കേ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക, ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്ന് ഒരു നിർദ്ദേശം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഓക്കേ, ഖുത്ബത്തുൽ വിദാ. ഇനി അതിൽ പറയുന്ന അടുത്ത വിഷയം ഖുത്ബത്തുൽ വിദാ. പ്രധാനപ്പെട്ട ഖുത്ബയാണ് ഖുത്ബത്തുൽ വിദാ. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ഖുത്ബത്തുൽ വിദാ എന്ന ഇത് ഇങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണം. കാരണം പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും. ഓക്കേ, ദിവസം അറഫ ദിവസമായിരുന്നു ഖുത്ബത്തുൽ വിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വികാരപരമായ വാക്കുകളാണ് പറയുന്നത്. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം നിങ്ങളെ ഞാൻ കണ്ടില്ലെന്ന് നിന്നേക്കാം. ഇതൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ പാഠത്തിൽ എഴുതി അറബി മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ഇതിന്റെ തെളിവാത്തിലാണ് ഇതിന്റെ അർത്ഥമുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വർഷത്തിന് ശേഷം നിങ്ങളെ ഞാൻ കണ്ടില്ലെന്ന് വന്നേക്കാം. ഇനി അടുത്തതോ, ദീൻ സമ്പൂർണ്ണമായതായി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ്. ഓക്കെ, താഴെ പറയുന്നത് ഖുർആൻ വാക്യം ഇറങ്ങിയത് ഈ സന്ദർഭത്തിലാണ്. ഏതാണ് ഖുർആൻ വാക്യം? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന് പറയുന്ന ആ ഖുർആൻ വാക്യം, ഈ ആയത്ത് ഇറങ്ങിയത് ഈ സന്ദർഭത്തിലാണ്. ഇതിന്റെ അർത്ഥവും തദ്രീബാത്തുണ്ട്. ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി, ഇസ്ലാമിനെ നിങ്ങളുടെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇത് പഠിക്കണം, ഈ അറിവ് അർത്ഥം പഠിക്കണം. ഓക്കെ, ഇവിടുത്തെ സൂചന എന്തായിരുന്നു? ഇവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അടുത്തതിന്റെ സൂചനകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പൂർത്തിയാക്കിയിരുന്നു, അടുത്ത കൊല്ലങ്ങളെ കാണൂല എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിയാനായി, റസൂലുള്ളാഹിയുടെ വഫാത്ത് അടുത്തതിന്റെ സൂചനയായിരുന്നു. മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇനി അവസാന കാലത്തെ കുറിച്ച് പറയണം. ഹജ്ജത്തുൽ വിദാഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 മാസം മാത്രമാണ് ജീവിച്ചത്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 മാസം മാത്രമാണ് ജീവിച്ചത്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം, ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങി. ഓക്കെ.